ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെടുത്താൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണം കെട്ടു മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക. അപ്പോൾ നമ്മൾ കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം. അല്ലാണ്ട് ഇതൊരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഭീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്ത് നല്ല ഉപദേശം! ഇതിനേക്കാൾ നന്നായി എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുക? കേരളത്തിലെ ഓരോ പുരുഷന്മാർക്കും കോരിധരിക്കാൻ ഇതിലപ്പുറം എന്ത് വേണം? ഇനിയും ഇതിലപ്പുറം എങ്ങനെയാണ് മരിച്ചുപോയ ദീപകിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുക? ഇനി ഏതെങ്കിലും ഒരുത്തി ഒരു പുരുഷനെതിരെ വീഡിയോ എടുക്കാൻ തയ്യാറായാൽ, താൻ മാനക്കേടിലാകുമെന്ന് തോന്നിയാൽ ആദ്യം അവിടെ പോയി ബലാത്സംഗം ചെയ്യണം. എന്നിട്ട് പോയി മരിച്ചാൽ ആത്മസംതൃപ്തിയോടെ അന്ത്യവിശ്രമം കൊള്ളാമെന്നാണ് ഇദ്ദേഹത്തിന്റെ ഉപദേശം. ഇതാണ് ഇക്കൂട്ടർക്കുള്ള ഒരു തകരാറ്. ആവേശമൂത്താൽ അവരെന്താ പറയുക, എന്താ ചെയ്യുക എന്നറിയില്ല. എന്തായാലും ഒരു സമാധാനമുണ്ട്. മുസ്ലിങ്ങളെ നോക്കി ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. ഹാവു, വല്ലാത്ത സമാധാനം തന്നെ. യഥാ രാജ തഥാ പ്രജ. ഇനിയുണ്ടോ സുഹൃത്തുക്കളെ BJP-യിൽ ഇതുപോലുള്ള മലബാണങ്ങൾ?